ഹലോ ഗൈസ്, തിരുപ്പൂർ വരെ പോയിട്ട് അപ്പൊ തന്നെ റിട്ടേൺ അടിച്ച വ്ളോഗാണിത്. രണ്ടാം പെരുന്നാളായണ്ട് രാവിലെ എണീച്ചപ്പോ തന്നെ ഇവർ രണ്ടാളും ലാൻഡ് ആയിക്കണ് പെരുന്തൽമണ്ണേന്ന്. തിരുപ്പൂരുള്ള അമ്മായിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ആണ് ഈ എടുത്തിക്കണ്. മൈക്കൂർ സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ പറയാണ്ടേ പോണ്. ഇതേളാപ്പാന്റെ മൂത്തുപുത്രൻ ഫഹിമോൻ നിർത്താണെന്ന് നോക്കണ്ട, ഖുർആൻ മനപ്പാടമാക്കിയ ചെക്കനാണ് ഈ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മായിന്റെ അടുക്കുള്ള നനച്ച വണ്ടി വന്നു. അപ്പൊ അതിലാണ്ട് കയറി ഉള്ളിൽ കയറിയപ്പോ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അൽഹംദുലില്ലാ അതെങ്കിലും ഉണ്ടല്ലോ. എന്റെ ആളപ്പ പള്ളിക്കല മൊയിലേരാട്ടോ, ഇത് മൊയിലേര് കുട്ടി. അങ്ങനെ ഒറ്റപ്പാലത്ത് വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്ത് ബോത്ത് സ്റ്റിക്കർ ഇട്ടിട്ട് സ്റ്റോറി ഇടാൻ കഷ്ടപ്പെടുന്ന അണ്ണനെ ഈ കാണും. ഈ നിർത്ത പാലക്കാട് എത്തുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോ ഞാൻ അവിടെ ഇരുന്നു. അണ്ണൻ എന്തെങ്കിലും മുട്ട ഞാൻ തെറിക്കും. ആ ഗ്യാപ്പിൽ ഞാനൊരു സിനിമ കാണാൻ നടത്തി. പാലക്കാട് എത്തിയപ്പോ നമുക്ക് ശരിക്കും പോലെ ഇരിക്കാനുള്ള സീറ്റ് ഇട്ടിട്ടോ. അപ്പൊ അവരോട് ചായ ഒന്നോടാണ്ട് പറഞ്ഞു. പാലക്കാട് തൊട്ട് ഒന്നോടൊക്കെ തുളങ്ങനെ വരുന്ന അറിയില്ല. ഈ കാലൊക്കെ നീട്ടിയിരിക്കണം. നടയിൽ കാലൊക്കെ ചെറിയൊരു ഗ്യാപ്പ് എന്നാണ് ഈ ബായി. നല്ലൊരു മനുഷ്യൻ. തിരുപ്പൂർ എത്താനായപ്പോ അമ്മായിക്ക് വിളിച്ചപ്പോഴാണ് പാലത്തേക്ക് എപ്പോഴും ട്രെയിനിന് എഴുതി കുറിച്ചോണ്ടിരിക്കണല്ലോ. അപ്പൊ തിരുപ്പൂർ ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ട്. ഉള്ളിക്കാരൻ ഒരേ പോലീസുകാരെന്ന് വിചാരിച്ച് നടക്കണില്ല. കൺഫേമാക്കാൻ എപ്പോഴും ട്രെയിൻ എന്ന് ചോദിച്ചു. അപ്പൊ ഇനി 8:40 ട്രെയിൻ. അതുവരെ എന്ത് ചെയ്യും വിചാരിച്ചിരിക്കുമ്പോഴാണ് എളാപ്പ അറിയണ ആരുടെ വീട്ടിൽ വിളിച്ചിട്ട് അങ്ങോട്ട് പോയോണ്ട് സ്കൂൾ വിട്ട നേരായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ കണ്ടെത്തി. അവര് നല്ലപോലെ സൽക്കരിക്കും ചെയ്തു. കുടിന്റെ മരത്തായിരുന്നു എലി കണ്ടപ്പോ കുറച്ചാണ്ട് ഉപ്പും മുളകാണ്ട് തേച്ച് 7:45 നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ഇറങ്ങിട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയോണ്ടിരിക്കണേ ഞങ്ങൾ. എന്നിട്ട് അവിടെ ടിക്കറ്റ് കൊടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് ഓടുന്ന ഓട്ടാണ്. അപ്പൊ സെയിം ബോൾട്ടായിട്ട് ഇക്കും ഫൈമിന് ഓടി എത്തുന്നില്ല. മേലെ ഇരിക്കാനുള്ള സീറ്റ് അങ്ങ് കിട്ടിയുള്ളൂ. ഓക്കെ നാഷിന്റെ പോലെ തൊട്ടിൽ കിട്ടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ബെഡ്ഷീറ്റ് പോലും ഇല്ല. കോയമ്പത്തൂരെത്തിയപ്പോ കടക്കുള്ള സീറ്റ് കിട്ടി. ഒരു ലേസാണ് തിന്നിരുന്നു. എത്ര സീറ്റിനെങ്കിൽ ഇവർക്ക് ഇവിടെ കാണാൻ ഉറക്കം വരുള്ളൂ. പാലക്കാട് എത്തിയപ്പോ തലന്ന് പുറത്ത് കിട്ടും. നല്ല തിരക്കും കൂടിക്കണം. ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് പ്രശ്നം കേട്ട് നമ്മള് വരെ പോയി. അപ്പൊ ശരി എന്നാ.